വെടിനിർത്തൽ കരാറിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ. ഇതിനെ തുടർന്ന് ഗാസയെ വീണ്ടും പട്ടിണിക്കിടാനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ കൂടുതലും ഉള്ളത്. മാത്രമല്ല, ഉപരോധം ശക്തമാക്കിയും ഡിസലേഷൻ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗാസ മുനമ്പിലേക്കുള്ള ഏക വൈദ്യുതി ലൈൻ മുറിച്ചും പട്ടിണി അടിച്ചേൽപ്പിക്കാനാണ് ഇസ്രയേൽ കൂടുതലും ശ്രമിക്കുന്നതെന്നാണ് ഖത്തറും ജോർദാനും ആരോപിക്കുന്നത്. കൂടാതെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങളും അതുപോലെ ഇസ്രയേൽ തടയുന്ന നടപടിയാണ് കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ളത്. ആവശ്യ സാധനങ്ങളുമായി എത്തിയ ആയിരക്കണക്കിന് ട്രക്കുകളാണ് അതിർത്തിയിൽ പ്രവേശനാനുമതിക്കായി കാത്തുകിടക്കുന്നത്. ഈ സാഹചര്യത്തിനിടയിലാണ് ഇസ്രയേലിന് അന്ത്യശാസനവുമായി യമനിലെ ഹൂതികൾ രംഗത്ത് വരുന്നത്. ഗാസയെ പട്ടിണിക്കിട്ടാൽ ചെങ്കടലിൽ വെച്ച് തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇസ്രയേലിന് ഇവർ നൽകുന്നത്. ഗാസയിലേക്കുള്ള സഹായങ്ങൾ 4 ദിവസത്തിനകം പുനരാരംഭിക്കണമെന്നും അത് ചെയ്തില്ലെങ്കിൽ ഇസ്രയേൽ കപ്പലുകൾ ചെങ്കടലിൽ ലക്ഷ്യമാക്കി ആക്രമണം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പാണ് ഹൂതികൾ മുന്നോട്ട് വെക്കുന്നത്. ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതി ടെലിവിഷൻ പ്രഭാഷണം വഴിയായിരുന്നു ഇസ്രയേലിന് താക്കീത് നൽകുകയും ചെയ്തത്. ഇസ്രയേലിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന ഭീഷണിയും അവർ ശക്തമായി ഉന്നയിച്ചു. ഇതിനായി 4 ദിവസങ്ങളാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. മധ്യസ്ഥർക്ക് ഇടപെടാനുള്ള അവസരമാണ് ശരിക്കും ഈ 4 ദിവസമെന്നും അവർ കൂട്ടിച്ചേർത്തു. അത് കഴിഞ്ഞ് ഗാസയിലേക്കുള്ള സഹായം തടയുകയും വഴികൾ അടച്ചിടുകയുമാണെങ്കിൽ ശത്രുക്കൾക്കെതിരായ നാവിക ഓപ്പറേഷൻ ഞങ്ങൾ പുനരാരംഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഹൂതികൾ വെളിപ്പെടുത്തുന്നത്.